പിട്ടാപ്പള്ളിയിൽ ഓണവണ്ടി. ഹായ്, ജനം TV പിട്ടാപ്പള്ളിയിൽ ഓണവണ്ടി. Brought to you by Pittapalli Agencies, powered by Tasty Nibbles, co-powered by Kerala Grameen Bank, Swarnamukhi Gold and Diamonds and UGS Gold Loan, in association with SK Hospital, Pothys, Chungat Jewelry, Atmiyam Ghee, Kairli Jewelry and Hotel Chitra. അങ്ങനെ നമ്മുടെ ഓണവണ്ടി എറണാകുളവും പിന്നിട്ട് നമ്മുടെ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തൃപ്രയാറാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, അല്ലേ? ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ക്ഷേത്രം, പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്ത ക്ഷേത്രമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മളെ ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള തൃപ്രയാറിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃപ്രയാറിലെ തന്നെ മേൽ തൃക്കോവിൽ എന്ന ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഒപ്പം നമുക്ക് നമ്മളോടൊപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂട്ടുകാരുമുണ്ട്, അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഓണവണ്ടിയിൽ ഇനി നമുക്ക് നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവാണ്. ഗെയിമിലേക്ക് പങ്കെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഗസ്റ്റാൾട്ട്, അതായത് ഒരുപാട് പുതിയ സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട്, അല്ലേ, പുതിയ തലമുറയെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവരുടെ എനർജിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇനിയൊരു ഗെയിമാണ് നമ്മുടെ ഓണത്തിനുള്ള കലവടി മത്സരത്തിലാണ് ഈ ഗസ്റ്റാൾട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂട്ടുകാരെത്തുന്നത്. പിന്നെ ആരെങ്കിലും പിടിച്ച് നിർബന്ധിച്ചു കൊണ്ടുവന്ന പോലെ ഉണ്ട്. ശരി, ഒരു കലം അവിടെ വെക്കും, അതിനെ കണ്ണ് കെട്ടി അടിച്ചു പൊട്ടിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഫ്രണ്ട്സിനോട് സഹായിക്കാനും പറയണം. അവര് പറയുന്ന കേട്ടിട്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. റെഡിയല്ലേ? കൂട്ടുകാരന്റെ പേരെന്താണ്? സൈസ്. അപ്പൊ ഞാൻ ഈ കൂട്ടുകാരനെ നിങ്ങളെ അടുത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾ എന്നെ വഴി പറഞ്ഞ് വഴികാട്ടിയായിട്ട് വിട്ടോണം. ഇവിടെ നിന്ന് നിന്റെ കൂട്ടുകാരൊക്കെ എവിടെ? ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചു കുറച്ച് ബാക്ക് സായസ് എന്ന കൂട്ടുകാരനാണ്. കലം പൊട്ടിയിട്ടില്ല, കലത്തെ അടിച്ച് പൊട്ടിക്കണം, അടിച്ച് തകർക്കോ. സായസ് മാൻ, ഇനി അടിക്കരുത്, ജയിച്ച്. ഇവർക്കൊരു പ്രത്യേക അഭിനന്ദനം കൊടുക്കണം. കാരണം ഇവിടെ വന്നിട്ട് എല്ലാവരും ക്യാമറയുടെ ബാക്കിൽ ചെന്ന് ഒളിച്ചു നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ ആദ്യമായിട്ട് ധൈര്യത്തോടെ വന്നു നിന്ന ധീരയായ കൂട്ടുകാരിയാണ്. ഒരു കൈയടി കൊടുക്കൂ. മോളുടെ പേരെന്താണ്? വൈഗ. ഓക്കെ, അപ്പൊ വൈഗയുടെ കണ്ണ് ചേച്ചി കെട്ടാൻ പോവാണ്. ഫ്രണ്ട്സ് പറയുന്ന കേട്ട് പറഞ്ഞുകൊടുക്ക്, ഫ്രണ്ട്സിന് പറഞ്ഞുകൊടുക്ക്. ഒന്നും പറയാനില്ലേ? പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. ഒരാള് കഷ്ടപ്പെടും അവിടുന്ന്. ഉള്ളതാണ്. ഇന്നലെ തൊട്ട് വീട്ടിൽ ഇത് പ്രാക്ടീസ് ആയിരുന്നു. കണ്ണും കെട്ടി വീട്ടിലെ കലവും ചട്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചാ. ഓക്കെ, ഇന്ന് നമുക്ക് ഇവിടെയുള്ള അവിടെ കരയിൽ നിൽക്കുന്ന സകലർക്ക് എനർജി കൊടുത്ത ഒരു ചേട്ടനാണ് ഇവിടെ. ഇവരെല്ലാം ഈ എനർജി ആയിട്ട് നിൽക്കാനുള്ള കാരണക്കാരാണ് ഗിരീഷ് മാഷ്. ഇവിടുത്തെ മാഷാണ്. മാഷേ, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങളെന്ന് പറഞ്ഞ തൃപ്പയാറ് അടക്കി ഭരിക്കുന്ന പഴയ കാലത്ത് തുടങ്ങിയിട്ട് ഇപ്പോഴും അതേ ആർജവം നിലനിർത്തുന്ന ഗസ്റ്റാൾട്ട് അക്കാദമി തൃപ്പയാർ എന്ന് പറഞ്ഞ പിള്ളേരെ ചങ്ക്. അതിപ്പോ മനസ്സിലായില്ലേ? എന്തൊരു എനർജിയല്ലേ വന്നപ്പോ മുതൽ കാണുന്നത്. അപ്പൊ നമ്മുടെ മാഷാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരുപാട് വഴികാട്ടുന്ന മാഷാണ്. മാഷിന് വഴികാട്ടാൻ കിട്ടുന്ന അവസരമാണ് കേട്ടോ. അവര് മാഷുമാര് തമ്മില് കൊണ്ട് വഴിതെറ്റിച്ച് വിടും. പിള്ളേരെ വഴിതെറ്റിക്കാതെ മുന്നോട്ട് പോകുന്ന അവർക്ക് രണ്ട് അടി കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുവച്ചേക്കുക. മാഷേ, മാഷേ, പൊട്ടി. മാഷേ,
ആ ആവേശത്തില് കല പൊട്ടിയതുപോലെ മാഷെ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഏകാഗ്രതയോ? മാഷ് അർജുനന്റെ ഏകാഗ്രതയെ തോൽപ്പിച്ചു കളഞ്ഞു. കാരണം ആ കല എങ്ങോട്ടൊക്കെ തെറിച്ചോ അതിനെ ഫോളോ ചെയ്ത് അടിച്ചു കളഞ്ഞു. വെരി ഗുഡ്. അത് ഭാഗ്യം. അല്ലെങ്കിൽ പിള്ളേരുടെ ഇടയിൽ നാളെക്കടായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഓണം വാർഡ് മെമ്പർ അംബിക ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. അംബിക ടീച്ചറെ ക്ഷണിക്കുകയാണ്. ടീച്ചറെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ മത്സരത്തിൽ ആദ്യം വിജയിച്ച നമ്മുടെ അംബിക ടീച്ചർ സമ്മാനം കൈമാറുന്നു. വളരെ ചെറിയ സമയം കൊണ്ടാണ് വൈഗ കലം അടിച്ചു പൊടിച്ചത്. അംബിക ടീച്ചർ സമ്മാനം കൈമാറുകയാണ്. ജനം ടിവിയുടെ സ്നേഹ സമ്മാനം വൈഗയ്ക്ക്. ഇനി അടുത്ത് നമ്മുടെ മാഷ് പിള്ളേരുടെ ചങ്കിന് ജനം ടിവിയുടെ ചങ്ക് സമ്മാനം. താങ്ക് യു. അപ്പൊ നമ്മുടെ ജനം ടിവിയുടെ ഓണവണ്ടി ഇപ്പൊ നമ്മുടെ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇനി നമുക്ക് ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ ശിവന്റെ നാളെന്താണ്? തിരുവാതിര. അപ്പൊ ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുവാതിര കളിയാക്കാം നമുക്ക്. ഓക്കെ, ഫ്യൂഷൻ തിരുവാതിര. परस्परश्लिष्टवपूर्धराभ्यां नागेन्द्रकन्या वृषकेतनाभ्यां नमो नमः शङ्कर पार्वती. നമ്മുടെ വീറും വാശിയേറിയ വടംവലിയാണ്. ഓണം വടംവലി. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂട്ടുകാരാണ്. അന്ന് പരിചയപ്പെടാൻ പെട്ടെന്ന്. മോന്റെ പേര് ശ്രീഹരിയാണ് ഈ ടീമിനെ നയിക്കുന്ന ക്യാപ്റ്റൻ ശ്രീഹരി നയിക്കുന്ന ടീമാണ്. ബാക്കി അംഗങ്ങളെ പരിചയപ്പെട്ടെ. ശബരി, അക്ഷത്, അനന്തകൃഷ്ണൻ, വാ പൊളി. എടാ വല്ലപ്പോരിക്ക് വെയിൽ ഇറങ്ങണം, വൈറ്റമിൻ ഡി കിട്ടും.
ആ ഉച്ചയ്ക്ക് കുറച്ച് കൂടുതൽ കിട്ടത് പേര് എന്റെ പേര് വിസ്മജിത്ത്. വിസ്മജിത്ത്. നിനക്ക് വെയിലിനെ പേടിയില്ല? വെയിലില്ല, എന്തെങ്കിലും കറക്കണം. അപ്പൊ കറക്കട്ടെ. എന്തായാലും കറക്കണം, കറക്കട്ടെ. സനാദ്, സനാദ്, കാർത്തിക്, കാർത്തിക്, പരീക്ഷത്ത്, അഭയ്, കിഷൻ. ഓക്കെ, കിഷൻ. അങ്ങനെ 7 പേരാണ് അപ്പുറത്തും ഇപ്പുറത്തും അണിനിരന്നിരിക്കുന്നത്. ഒറ്റ വലിയേ ഉള്ളൂ. ഒരു വലിയ തടിയൻ വാഴക്കുലയാണ് സമ്മാനം. റെഡി? 1 2 and 3. അവനെ നമ്മുടെ ഗസ്റ്റ് കോളേജിലെ കൂട്ടുകാർ ഗസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ടീം ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആദ്യമേ അങ്ങനെ ഗസ്റ്റുകൾ വിജയിച്ചിരിക്കുന്നു. ഗസ്റ്റ് ആൾട്ട് കോളേജിലെ ഗസ്റ്റുകൾ ഇറങ്ങാതെ മടിച്ചു നിന്നെങ്കിൽ വിജയം കിട്ടുമായിരുന്നു. അതെ, നമ്മൾ മത്സരങ്ങളിലേക്കൊക്കെ ചാടി പ്രിപ്പറേഷനോട് കൂടി ചാടി ഇറങ്ങിയാലേ ജയിക്കാൻ പറ്റൂ. കരയിരുന്ന് പ്രാർത്ഥിച്ചാൽ ജയിക്കാൻ പറ്റുമോ? അപ്പൊ ചാടി ഇറങ്ങണം. അപ്പൊ ചാടി ഇറങ്ങി വിജയിച്ചു. ഇവരെ ഒരുപാട് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. ഗസ്റ്റ് ആൾട്ട് കോളേജിലെ ഗസ്റ്റുകളായിരുന്നു. സത്യത്തിൽ ഗസ്റ്റുകൾ വിജയിച്ചു. അങ്ങനെ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ ഗസ്റ്റ് ആൾ കോളേജിലെ ഗിരീഷ് മാഷ്, അരുൺ മാഷ്, ഹരി മാഷ് 3 പേരെ ക്ഷണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ വടംവലി വീറും വാശിയേറിയ വടംവലി മത്സരത്തിൽ ഗസ്റ്റ് ആൾ കോളേജിലെ ആ പ്രിയ കൂട്ടുകാരെ ക്ഷണിക്കുകയാണ്. വടംവലിയിലെ 1ാം സ്ഥാനക്കാർ. തോറ്റവർക്കും കൂടെ 2 പഴം കൊടുക്കണം കേട്ടാ. അപ്പൊ ഇനി നമുക്കൊരു സുന്ദരിക്ക് പൊട്ടുതൊടൽ മത്സരമാണ്. ഇവിടെ ഒരു സുന്ദരിയെ ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ സുന്ദരിക്ക് കണ്ണുതൊട്ടി പൊട്ടുതൊടലാണ് ഇനി നടക്കുന്ന മത്സരം. അതിലേക്കായിട്ട് 2 കൂട്ടുകാരെ ഞാൻ ക്ഷണിച്ചിട്ട് വരുന്നു. അത് നമ്മുടെ സുന്ദരിക്ക് പൊട്ടുതൊടാനായിട്ട് ആദ്യം ഒരു സുന്ദരി തന്നെയാണ് എത്തിയിരിക്കുന്നത്. സുന്ദരി വേറൊരു സുന്ദരി സഹോദരിക്ക് പൊട്ടുതൊടാൻ വന്നതാണ്. അതെ, അവിടെ സഹോദരിയെ കണ്ടായിരുന്നോ? അപ്പൊ ഈ പേരെന്താണ്? നിവേദിത. നിവേദിത എന്താ പഠിക്കണേ? +1. ഇവിടെ എന്തിനാ പഠിക്കുന്നത്? ഗസ്റ്റ് സയൻസ്. എൻട്രൻസിന് വേണ്ടി പഠിക്കുകയാണോ? ഇനി എന്താ ഫ്യൂച്ചറിൽ? വെറ്റിനറി. മെഡിക്ക്. നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ അല്ലേ മനുഷ്യരെ പോലെ തന്നെ നമ്മുടെ ജീവജാലങ്ങളെയൊക്കെ സ്നേഹിക്കാൻ വരുന്ന മറ്റൊരു മനുഷ്യൻ. നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പൊ കണ്ടു കിട്ടിക്കോളാം. ഇനി സുന്ദരിക്ക് പൊട്ടുതൊടൽ. സുന്ദരി എന്ന് പറഞ്ഞ് ടീച്ചറിന്റെ അടുത്ത് വരികയാണ്. ടീച്ചറാണെങ്കിൽ പെട്ടെന്ന് ഒരു മനസ്സിലൊരു ചെറിയ നിങ്ങളെ കണ്ണു അടച്ച് വിജയം നേടുന്ന ആൾക്കാരാണല്ലേ? കൊള്ളാലോ. മ്യൂസിക്കിലെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ്. നമുക്ക് ആദ്യം ഒരു 2 വരി പാട്ട് കേൾക്കാം, എന്നിട്ട് മത്സരത്തിലേക്ക് പോകാം. പേര്? ഐഷാദ്. സുന്ദരനാണ്. സുന്ദരിക്ക് പൊട്ടുതൊടാൻ വരുന്ന അതൊരു പാട്ട്. കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ നിറയുന്നു നിറപറവൂടിൻ്റെ സംഗീതം പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിറപറവൂടിൻ്റെ സംഗീതം സംഗീതം. എന്താ മോനെ ആടിപോളി. എന്തൊരു രസമായിട്ട് പാടിയല്ലേ ആ പാട്ട്. വേദനെടുത്തോ? ഞാൻ പിടിച്ച് പോക്കിയപ്പോ. ഓക്കെ, ശരി. വരൂ തൊട്ടോളൂ. അവിടെ ടീച്ചർ പറഞ്ഞു തരും. അവിടെ നിറയെ സുന്ദരിമാരുണ്ട്. അങ്ങനെ നമ്മുടെ ഓണവണ്ടിയിൽ തൊട്ടിട്ടുണ്ട്. ഓണവണ്ടിയിൽ ഒരു സുന്ദരിയുണ്ട്. മയക്കം പിടിച്ച് നിൽപ്പുണ്ട്. അധ്യാപകർക്കാണ് സത്യത്തിൽ അവാർഡ് കൊടുക്കേണ്ടത്. കുട്ടികളെ നേർവഴിക്ക് എങ്ങനെയാണ് നയിക്കണമെന്ന് നോക്കിയേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ സംസാരിച്ചപ്പോൾ ശ്രദ്ധ പോയി. സുന്ദരിയുടെ പുരികത്തിലോട്ട് പൊട്ടൊട്ടിച്ചു.
കുഴപ്പമില്ല. ആ, അതെ. കണ്ടിരിക്കാൻ. ദേ, ഏതാണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ സുന്ദരി ഇനി ആരും കണ്ണു വെക്കില്ല. ഇനി മറ്റൊരു സുന്ദരി കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സുന്ദരിയെ കൂടെ ഒന്ന് പരിചയപ്പെട്ട്. മോളെ പേരെന്താണ്? ദുർഗ. ദുർഗ. ഓക്കെ, വരൂ ദുർഗ. കുഞ്ഞാറ്റെ. ആ, കുഞ്ഞാറ്റയാണ്. കുഞ്ഞാറ്റെ കുഞ്ഞാറ്റ. വിളിക്കുന്നത്. ആ, ആ, വണ്ടി കണ്ടുപിടിച്ചു. ഇനി സുന്ദരിയെ കണ്ടുപിടിക്കാം. യെസ്, സുന്ദരിയും കണ്ടുപിടിച്ചു. ഒരു രക്ഷയില്ലാത്ത ഈ പിള്ളേര്. ദുർഗ എങ്ങനെയാണ് ഇത് തൊട്ടേന്നറിയാം. ഇത് നമ്മളെ വിദ്യാർത്ഥികളൊക്കെ ഈ ദുർഗയെ മാതൃകയാക്കാം. ദുർഗയുടെ ശ്രദ്ധ, അതായത് ചുറ്റും നിൽക്കുന്ന അധ്യാപകരാ, അവര് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അധ്യാപകർ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് കേട്ടിട്ട് ചോദിക്കുകയും ചെയ്തു. സംശയം മതിയോ, ലെഫ്റ്റ് ആയോ, കുറച്ചുകൂടെ പോണോ? ഇങ്ങനെ വേണം വിദ്യാർത്ഥികളായാൽ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വിജയിക്കാം അല്ലേ? ആ, മിടുക്കി. ഇനി നമുക്ക് ഈ കൂട്ടുകാർക്കുള്ള സമ്മാനദാനമാണ്. ഇപ്പൊ നമ്മൾ ആദ്യം വന്ന് പൊട്ടു തൊട്ടത് ഒരു സുന്ദരി ആയിരുന്നല്ലോ. ആ സുന്ദരി എവിടെ? എല്ലാരും സുന്ദരിമാരാണ്. മോളെ പേരൊന്നൂടെ? നിവേദിതയ്ക്കാണ് ആദ്യ സമ്മാനം. ഇനി അടുത്ത സമ്മാനം നമ്മുടെ ജില്ലാ കലോത്സവത്തില് ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയ പിന്നെ സംഗീതം. ലളിതഗാനം ആ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയ കൂട്ടുകാരനാണ് ഈ നിൽക്കണ. ജില്ലാ കലോത്സവത്തിലെ ലളിതഗാനവും ശാസ്ത്രീയ സംഗീതവും ഒന്നാം സമ്മാനമാണ് കൂട്ടുകാരന്. അതിനുള്ള ഒരു അനുമോദനം കൂടെ ആയിക്കോട്ടെ ഈ സമ്മാനം. ആ, ഇനി നമ്മുടെ ദുർഗ. അമ്മായി മരുമോള് വേണോ? എന്തായിരുന്നു വിളിച്ചത് നേരത്തെ? കുഞ്ഞാറ്റ. അതാണ് വീട്ടിലെ പേരൊക്കെ വിളിച്ചത്. ഓണവണ്ടിയിൽ ഇനി ഒരു കസേര കളിയാണ്. ദേ ഇവിടെ നോക്കിയേ, കുഞ്ഞുങ്ങൾ എല്ലാരും കൂടെ കസേരയിൽ വട്ടമിട്ട് അത്തപ്പ് വിട്ട പോലെ. ഇന്ന് അത്തം ദിവസമാണ് കേട്ടോ. ഇന്ന് അത്തം തുടങ്ങുന്ന ദിവസമാണ്. ഇവിടെ നമ്മുടെ ചുറ്റും അത്തം ഇട്ടതുപോലെ കുഞ്ഞുങ്ങൾ ഇരിക്കുകയാണ്. ആ, നമുക്കറിയാം. നിവേദിത, ദുർഗ, ആവണി, റുക്സാന, അവന്തിക. രണ്ടുപേരും കൂടെ ഒരു കസേരയോ? ഇത് ഭയങ്കര കസേരയായി പോയല്ലോ. ഇത് രണ്ടുപേര് ഒരു കസേരയ്ക്ക് വേണ്ടി ഇവിടെ രണ്ടുപേര് മത്സരിച്ച ഒരു മത്സരം കഴിഞ്ഞതേ ഉള്ളൂ. പൂജ. വീണ്ടും രണ്ടുപേര്. ഇപ്പൊ കേരളത്തിന്റെ ട്രെൻഡാണ് ദേവനന്ദ, വൈഗ. അപ്പൊ എല്ലാരും എഴുന്നേറ്റ് നിന്നോളൂ. അപ്പൊ നമ്മുടെ കസേരകൾ തുടങ്ങാൻ പോകണം. മ്യൂസിക്കൽ ചെയറാണ്. മ്യൂസിക് റെഡി അല്ലേ? ഞാൻ ഈ വിസിലും ഉണ്ടാവും കേട്ടോ. നമുക്കിപ്പോ തൽക്കാലം ഈ വിസിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? ബാക്കിലോട്ട് വന്നിരിക്കാൻ പാടില്ല. ഫ്രണ്ടിൽ കാണുന്ന കസേരയിൽ മാത്രമേ ഇരിക്കാവൂ. നേരത്തെ ഇരുന്നത് പോലെ ഒരു കസേരയിൽ രണ്ടുപേര് പോയിരിക്കാനും പറ്റത്തില്ല. ആരാ കസേര ഓടിച്ചത്? നിന്നെ കണ്ടാ തോന്നൂലല്ലോ നീ ഇങ്ങനെ ഒരു കസേര ഓടിക്കുന്ന ആളാണെന്ന്. എന്നാലും ജയിച്ചു മകളെ. കസേര ഓടിച്ചാലും കസേര കിട്ടി. നേരത്തെ അറിയാലോ, നേരത്തെ പറന്നുപോയി കസേരയിൽ ഇരുന്നാണ് കസേര ഒടിഞ്ഞു പോയത്. ഇപ്രാവശ്യം ലാൻഡിങ് ഒന്ന് കുറച്ചുകൂടെ സ്ലോ ചെയ്ത് ലാൻഡ് ചെയ്യുക. ഉള്ളിലേക്ക് കടന്നു എല്ലാരും. അയ്യോ, സാരമില്ല. കസേരകളിയാകുമ്പോ ഇങ്ങനെയൊക്കെ വരും. സ്പീഡില് നിക്കാൻ പാടില്ല. ഓക്കെ, സ്പീഡില്. കമോൺ. പോരാട്ടത്തിൽ നിവേദിത. ഇതാ ആവേശോജ്വലമായിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോ വേണമെങ്കിൽ വിസിൽ മുഴങ്ങാം, എപ്പോ വേണമെങ്കിൽ സൗണ്ട് ഇല്ലാതാകാം. ഇതാ കസേര. പേര് പറ. വൈഗ. വരൂ, രണ്ടാം സ്ഥാനം കിട്ടിയ കൂട്ടുകാരി പേര് അവന്തിക. അങ്ങനെ കസേരകളിയിലെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും. ഓക്കെ. നമ്മുടെ കസേരകളി മത്സരത്തിലെ കൂട്ടുകാർക്ക് സമ്മാനം കൊടുക്കുന്നതിന് മുമ്പായി ഒരു സമ്മാനം ഞാൻ ഇവിടുത്തെ ഒരു അധ്യാപകന് കൊടുക്കാൻ പോവുകയാണ്. മനോഹരമായിട്ട് ഈ ആ ഒരു മത്സരം കണ്ടക്ട് ചെയ്ത് മൈക്ക് എടുത്തിട്ട് ഗിരീഷ് മാഷിനെ ക്ഷണിക്കുകയാണ്. മികച്ച, കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ മികച്ച അവതാരകൻ കൂടെയാണ് ഗിരീഷ് മാഷ്. അപ്പൊ ഗിരീഷ് മാഷിന് ജനം ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം.
താങ്ക് യു നിങ്ങളെ പരിചയപ്പെട്ടതിലുള്ള പ്രത്യേക സന്തോഷം കൂടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും മനോഹരമായ ഓണാശംസകൾ നേരുന്നു. ഇനി ഗിരീഷ് മാഷ് വേണം ബാക്കി കൂട്ടുകാർക്ക് സമ്മാനം കൈമാറാൻ. ഇനി നമ്മുടെ കസേര കളിയിൽ 2ാം സ്ഥാനം കിട്ടിയ കൂട്ടുകാരെ ക്ഷണിക്കുകയാണ്. അവന്തിക ബാഹുബലിയിലെ അവന്തിക. ഇനി നമ്മുടെ ഇന്നത്തെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വൈഗ. അപ്പൊ നമ്മള് തൃപ്രയാറായിരുന്നു അല്ലെ, ശ്രീരാമന്റെ മണ്ണിലായിരുന്നു. ഇന്ന് കർക്കിടക മാസത്തിന്റെ അവസാന ദിവസം അല്ലെ, ഇന്ന് രാമായണം സമ്പൂർണ്ണ രാമായണമായിട്ട് വായിച്ചു തീർക്കുന്ന ഒരു ദിവസം കൂടെയാണ്. അപ്പോൾ വളരെ ആവേശമായിട്ടുള്ള കർക്കിടകത്തിൽ സാധാരണ മഴയും മഴക്കാറൊക്കെ ഉണ്ടാകുന്ന ഈ സമയത്ത് ഗംഭീര വെയിലത്ത് ഈ പരിപാടി സംഘടിപ്പിച്ച ജനൻ ടി വിക്ക് തൃപ്പയാർ ഗസ്റ്റ് ആൾട്ട് അക്കാദമിയുടെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആകമാനമുള്ള ഓണാശംസകളും ആ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ജനൻ ടി വി ഇവിടെ വന്നിട്ട് മഴയും വെള്ളപ്പൊക്കമായിട്ടൊക്കെ നിൽക്കണതാണ് കർക്കിടക മാസത്തിൽ. അതിനൊക്കെ മാറ്റി വെയിൽ തന്നിട്ട് പോയിട്ടുണ്ട് ഓണം ആഘോഷിക്കാൻ. അപ്പോൾ എല്ലാവരും കൂടെ നന്നായിട്ട് ഓണം ആഘോഷിച്ചോളൂ. നമ്മൾ തൃപ്പയാറിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത ജില്ലയിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചിങ്ങം ആശംസകൾ, ഒപ്പം ഓണാശംസകൾ.